Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong, I won't stop to the top, so you better back off and get lost. I'ma stay loud, stay proud, never running out, never heading south. I'll be spreading out, call it word of mouth, can't put me down, I'll be getting loud. You can have your doubts, not what I'm about, have your fucking clout. It be raining now, I keep making sound, go another round, bitch I'm legend bound, can't stop me now. You don't wanna fuck with me, a slow burn like a disease. Just tell me that I can and I'll show you things that you couldn't believe. Just tell me that I can. വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ബജാജിൻ്റെ പൾസർ N250 എന്ന് പറയുന്ന ഒരു മോഡലിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പുതിയ അപ്ഡേഷനൊക്കെ N250 വന്നിട്ടുണ്ട്. അപ്പോൾ പൾസറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ കുറേ കാലമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് വകഭേദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതേപോലെ ഇതിനകത്ത് പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ട് അത് നമ്മൾ നേരെ ബജാജിൻ്റെ പൾസർ N250 എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഈ വാഹനത്തിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് മോഡുകൾ, റോഡ്, പിന്നെ അതേപോലെ റെയിന്, പിന്നെ ഓഫ് റോഡ്, ഈ 3 മോഡുകളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഡ്യുവൽ ABS ആണ് വരുന്നത്, പിന്നെ എൻജിൻ വാർണിംഗ് ലൈറ്റ്, പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ കാര്യങ്ങൾ, പിന്നെ അത് RPM, അതേപോലെ ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ കോള് അറ്റൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതും ഈ ബട്ടണിനകത്ത് തന്നെയാണ്. കോള് കണക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഇതൊക്കെ നമുക്ക് ഡബിളായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കോള് ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ N250 എന്ന് പറയുന്ന ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. നേരത്തെ അപ്സൈഡ് ഡൗൺ അല്ലായിരുന്നു, ഇപ്പോൾ നല്ല രീതിയിലുള്ള പിന്നെ ഫോർക്ക് അപ്സൈഡ് ആൻഡ് ഡൗൺ സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ ഡുവൽ ചാനൽ ABS ആണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ടയർ സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഡിസ്ക് സൈസ് വരുന്നത് 320 ഡിസ്ക് സൈസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ട്യൂബ്ലെസ് ടയറാണ്. 110, 70, 17 ടയർ സൈസ് വരുന്നത്. പിന്നെ ഡുവൽ ചാനൽ ABS ആണ്. പിന്നെ എൻജിൻ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. 250 cc ആണ് ഈ വാഹനം. പിന്നെ അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സീറ്റ് ഹൈറ്റ് വരുന്നത് 795 ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ കാറ്റൽ കൺവേർട്ടറൊക്കെ ഇതിൻ്റെ അടിയിലാണ്, എൻജിൻ കവറിൻ്റെ അടിയിലാണ് വരുന്നത്. പിന്നെ അതേപോലെ ചെയിന് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയിൻ ലൂബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഓരോ ഓപ്പൺ ടൈപ്പ് ചെയിൻ കവറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ കൂടെ ക്രാഷ് കാരിയറും ഇതിൻ്റെ കൂടെ നമുക്ക് സാരി ഗാർഡ് കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ പിറകിലുള്ള ഡിസ്ക് സൈസ്, അതേപോലെ ടയർ സൈസ് വരുന്നത് 140, 70, 17 ടയർ സൈസ് വരുന്നത്. പിറകിലെ ഡിസ്ക് സൈസ് വരുന്നത് 280. പിന്നെ എക്സോസ്റ്റ് ഡ്യുവൽ പൈപ്പ് വരുന്ന എക്സോസ്റ്റ് ആണ് വരുന്നത്. നമ്മൾ സാധാരണ ഡൊമിനാറിലൊക്കെ വരുന്നത് ആ ഒരു എക്സോസ്റ്റിൻ്റെ ടൈപ്പ്, അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയൊരു എക്സോസ്റ്റ് ആണ് വരുന്നത്. പിന്നെ പല വാഹനത്തിലും സെൻട്രൽ സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു ചില വാഹനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഈ വാഹനത്തിന് സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എഞ്ചിനും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ചെറിയൊരു ബാഡ്ജിങ്ങൊക്കെ, പൾസർ എന്നൊക്കെ ഉള്ള ബാഡ്ജിങ്ങും, പിന്നെ അതേപോലെ വാഹനത്തിനകത്ത് USB ചാർജർ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഇത് LNG ടൈപ്പ് ആയിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ കവള് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിനകത്ത് സാധാരണ രീതിയിൽ എടുത്തു വരുന്ന മറ്റൊരു മാറ്റം എന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കും. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡേ ടൈമിൽ നമ്മൾ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് കൂടുതൽ കിട്ടും എന്നതാണ്. നിങ്ങൾക്ക് പക്ഷേ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല.
അപ്പോൾ നമ്മൾ ഡേ ടൈമിൽ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ ആ ബ്രൈറ്റ്നെസ് നമുക്ക് കൂടുതൽ കിട്ടും. അതേപോലെ നൈറ്റ് ടൈമിൽ നമ്മൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് കുറയും. അപ്പം നട്ടുച്ച സമയത്തൊക്കെ നമുക്ക് ബ്രൈറ്റ്നെസ് കുറയുക എന്നൊരു ചില വാഹനങ്ങളിലൊക്കെ ഒരു ചെറിയൊരു പോരായ്മ വരുന്നുണ്ട്. അത്തരം പോരായ്മകൾ ഈ വാഹനത്തിനകത്ത് ഉണ്ടാവില്ല എന്നതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ DRL കാര്യങ്ങൾ ജസ്റ്റ് ഓണായി കിടക്കും. അതേസമയത്ത് ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വളരെ കുഞ്ഞ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സാധാരണ ഡ്യൂക്കിലും മറ്റു വാഹനങ്ങളും അതേപോലെ ഡൊമിനാറിലൊക്കെ കാണുന്ന ചെറിയ കുഞ്ഞ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഡ്യുവൽ, അതായത് നമ്മൾ ഹസാർഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഡ്യുവൽ ഇൻഡിക്കേറ്റർ ഓപ്ഷനെ കൂടി വാഹനത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്. 250 എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാഡ്ജിങ്ങും അതോടൊപ്പം തന്നെ സസ്പെൻഷനൊക്കെ വരുന്നത് മോണോ സസ്പെൻഷനാണ്. അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീലും അതേപോലെ തന്നെ മുകളിലെ മഡ്ഗാർഡും നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ചില ആളുകൾ ആഫ്റ്റർ മാർക്കറ്റിൽ ഇതൊക്കെ റിമൂവ് ചെയ്യും. ഇത് റിമൂവ് ചെയ്യും. ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ ആ രീതിയിൽ ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ഡിസൈനിങ് തന്നെ മാറുന്നൊരു കാഴ്ച ഉണ്ടാവും. മിറേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഫിനിഷിങ്ങുള്ള മാറ്റ് ഫിനിഷിങ്ങുള്ള മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു പ്രത്യേകതര ടൈപ്പ് മിറേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ ഭാഗത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ഹാൻഡിലാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. വളരെ കുഞ്ഞ് ഹാൻഡിൽ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ഹാൻഡിലിൻ്റെ പൊസിഷനൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഈ വാഹനത്തിന് സാധാരണ ഇപ്പോൾ ഏകദേശ വാഹനങ്ങളിൽ വരുന്ന ആ ഒരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, സൈഡ് സ്റ്റാൻഡിൽ വണ്ടി സ്റ്റാർട്ടാവില്ല എന്നുള്ള ആ ഒരു ഓപ്ഷൻ, ആ ഒരു സിസ്റ്റം ഈ വാഹനത്തിനകത്ത് സാധാരണ രീതിയിൽ വരുന്ന ആ ഒരു സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ എക്കണോമി എല്ലാം നമ്മുടെ ഇതിനകത്ത് വരുന്ന റേഞ്ച്, മൈലേജ്, ഇപ്പം നിലവിലുള്ള ഫ്യൂവലിനകത്ത് എത്ര കിലോമീറ്റർ ഓടും, അതേപോലെ എത്ര ഫ്യൂവലിനകത്ത് നമുക്ക് ഓടാനുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണിക്കും. പിന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ മിനിമം ഒരു 3 ലിറ്റർ ടാങ്കിൽ എപ്പോഴും ഫ്യൂവൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടൈപ്പുള്ള എല്ലാ വാഹനത്തിലും ഒരു പ്രത്യേകതയാണ്. എങ്കിൽ മാത്രമേ ആ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് പല ആളുകളും ശ്രദ്ധിക്കുക എന്നതാണ് ഏത് തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ റൈഡിങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാല് ഈ രീതിയിൽ ഒരു L ടൈപ്പ് അല്ല, കുറച്ചുകൂടി V ടൈപ്പ് ആ രീതിയിലാണ് വരുന്നത്. നമ്മുടെ കാലിൻ്റെ പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ബ്രേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്കിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഹാൻഡിൽ ഒരു സ്ട്രൈറ്റായിട്ട് നമുക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സോസിൻ്റെ സൗണ്ട് വിളിക്കും. 249 cc ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് 24 bhp പവർ, 8500 RPM. അതോടൊപ്പം തന്നെ അതിൻ്റെ ടോർക്ക് വരുന്നത് 21.5 Nm ടോർക്ക്, 6500 RPM വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ വരുന്നുണ്ട്. പിന്നെ 44 കമ്പനി ഇതിൻ്റെ മൈലേജ് അവകാശപ്പെടുന്നത്. നിലവിൽ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 14 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. വാഹനത്തിൻ്റെ കർബ് വെയിറ്റ് വരുന്നത്, അതായത് MT ടാങ്കിൽ വെയിറ്റ് വരുന്നത് 160 കിലോവും വിത്ത് ഫുൾ ടാങ്ക് ഫ്യൂവൽ 175 കിലോ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. അതേപോലെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് ഇപ്പം നിലവിൽ ഓഫേഴ്സോട് കൂടിയിട്ട് 1,98,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ 400 cc സെഗ്മെൻറ്റ് കൂടി ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സെഗ്മെൻറ്റിൻ്റെ വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാഹന ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്പർ കൊടുക്കുന്നതാണ്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.